മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ചോദ്യം ഇതാണ്. നഷ്ടചിന്ത, അതായത് പരാജയം, എന്നെ വിഷമിപ്പിക്കുകയാണ്. തോൽവി സംഭവിച്ചാൽ ഞാൻ പിന്നീട് കുറേ നാളത്തേക്ക് ആരെയും കാണില്ല. നഷ്ടചിന്ത അല്ലെങ്കിൽ അതുമൂലം അനുഭവിക്കുന്ന പരാജയ ഭീതി, ഇത് മാനസികവും ശാരീരികവുമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. ശരി തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തി നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുമെന്നുള്ളതിനും സംശയമില്ല. എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും ആരുമല്ല എന്നുള്ള ഒരു തോന്നൽ കാരണം ഞാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യാതെ ഉൾവലിയും, മാളത്തിലേക്ക് ഒളിക്കും. ചാൾസ് ഷൂസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു 10 സ്പീഡ് ബൈസൈക്കിളാണ്. അതിനെല്ലാ ഗിയറും ഉണ്ട്. പക്ഷേ കുഴപ്പം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗിയറും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. പ്രയോറിറ്റി, മുൻഗണന നിശ്ചയിക്കുന്നതിനോ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനോ നമുക്ക് സാധിക്കുന്നില്ല. എവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഈ രക്ഷകർത്താക്കൾ, ഇപ്പോൾ ചില കുട്ടികൾ ഏതെങ്കിലും കോമ്പറ്റീഷന് പോയി ഒന്ന് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് പോയി തിരിച്ച് കരഞ്ഞു കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ആ കുട്ടികളെ സ്നേഹിക്കണം, അക്സെപ്റ്റ് ചെയ്യണം, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഇത് വീണ്ടും വീണ്ടും പലപ്പോഴും ആവർത്തിക്കുകയും, ഇങ്ങനെ കരഞ്ഞു കൊണ്ടുവരുന്ന കുട്ടികളെ നമ്മൾ അവരുടെ കൂടെ വളരെ സിമ്പതി കൂടുതൽ കാണിച്ച് അവർക്ക് ആഹാരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്ത് അങ്ങനെ അവരെ ഒരു എസ്കേപ്പിസം എന്ന ഒരു മഹാമാരിയിലേക്ക് നമ്മൾ തള്ളിവിടുന്നുണ്ട് പലരും. ഇവിടെ വരുന്ന പലരെയും ഞാൻ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. ആ സമയത്ത് ഈ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പഠിപ്പിക്കാൻ ആ പദം പല കുട്ടികൾക്കും അറിയില്ല. സ്വന്തം കാര്യം നോക്കുന്നതിനോ സ്വന്തം ജോലി ചെയ്യുന്നതിനോ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ ഒന്നും കുട്ടികളെ നമ്മൾ പര്യാപ്തത അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് അവർ ഈ എസ്കേപ്പിസത്തിലേക്ക് വഴുതി വീഴുന്നത്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സഹതാപവും കോപവും ഭയവും ശാപവും ഇതൊന്നുമല്ല വേണ്ടത്. അവരെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരണം. നമുക്കെന്താണ് ഉണ്ടാകുന്നത്? ആജ്ഞാശക്തി ആ സമയം നമുക്കുണ്ടായിരിക്കണം. പരാജയം, നഷ്ടബോധത്തെ മാറ്റാനുള്ള ഇൻസ്പയറിംഗ് വേർഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് അവരെ ആ വിഷമസന്ധിയിൽ നിന്നും മുന്നോട്ട് നയിക്കണം. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായാലും ഇതുവരെ ചെയ്തതിലായാലും ഇനി ചെയ്യാൻ പോകുന്നതിലുമൊക്കെ കുറച്ച് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും വേണം. അവരിൽ ഉണ്ടാക്കിയെടുക്കണം. സപ്പോർട്ട്, ഇൻസ്പിറേഷൻ, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് കരയുകയും അവരെ സഹതാപത്തിലേക്ക് വീണ്ടും വീണ്ടും അവരോട് സിമ്പതി കാണിച്ചിട്ട് അവരെ സാമർഥ്യമില്ലാത്തവരാക്കി മാറ്റുകയല്ല നമ്മൾ വേണ്ടത്. അവരെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഒരു മാവിൻ്റെ വിത്ത് കിട്ടുന്ന സമയത്ത് അത് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരുന്ന ജനറേഷന് മാങ്ങ ധാരാളം കഴിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് കിളിർക്കുമോ, ഇതിന് മധുരം കാണുമോ, എനിക്ക് തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചാൽ അവിടെ മാങ്ങയുമില്ല, മാവുമില്ല. ഈ നമ്മുടെ ജനറേഷൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇതിനു മുമ്പുള്ളവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് അടുത്ത ജനറേഷന് വേണ്ടി പലതും ചെയ്തു വെക്കണമെന്ന്. അങ്ങനെ വരുമ്പോൾ പരാജയം നമ്മളെ അലട്ടുന്നില്ല എന്നുള്ളതാണ്. 1000 കിലോമീറ്റർ നടക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് വെച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താവണം? നമ്മുടെ ഭയവും പരാജയവും ഭീതിയും അതുപോലെ വിധിയെ പഴിക്കലും മറ്റ് ആരോഗ്യത്തെ സാമ്പത്തിക ഭദ്രതയെ ഒക്കെ പഴിക്കലും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതൊക്കെ കൂടി അടച്ച് ഭദ്രമായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. ഒരു കിടക്കുന്ന ആൾ ഒന്ന് എഴുന്നേക്കാൻ നമ്മളുടെ കൂടെ സഹായിക്കുന്ന സമയത്ത് മാത്രമേ അയാളെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ കിടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് അയാളെ ഉയർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെന്താ ഇത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആരുടെ കുഴപ്പം കൊണ്ടായാലും തെറ്റുകളും പരാജയവും നിരാശയും ഒക്കെ നമുക്കുണ്ടായി. പക്ഷേ ഇവിടെ ആരാണോ സടകുടഞ്ഞെഴുന്നേറ്റൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ
പറക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കൈപിടിക്കാൻ, മറ്റുള്ളവരുടെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവർക്കുള്ളതാണ് ഈ ലോകം, അവർക്കുള്ളതാണ് ഈ പ്രപഞ്ചം. അവരാണ് ഈ ലോകത്തെ കീഴടക്കുന്നത്. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.